കോഴിക്കോട് എലത്തൂരിൽ വിജിൽ കൊല്ലപ്പെട്ട കേസിൽ 2 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. അന്വേഷണ സംഘം പ്രതികളുമായി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥി കടലിൽ ഒഴുക്കിയെന്നാണ് ഈ പ്രതികളുടെ മൊഴി. ഗൂഗിൾ കെ വേണുഗോപാൽ കല്ലായിയിലെ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഗൂഗിൾ, അവിടെ പ്രതികളുമായി തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ വിവരങ്ങൾ, ഈ സംഭവത്തിന്റെ ഈ കൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? എന്താണ് ഇവിടുത്തെ ഈ സ്റ്റേഷനിലെ തെളിവെടുപ്പിൽ ഉണ്ടാവുക? പ്രജിൻ, അല്പസമയം മുമ്പാണ് പ്രതികളിൽ ഒരാളുമായിട്ട് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിഖിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിയിട്ടുള്ളത്. 2 പേരെയായിരുന്നു ഈ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പിന്നീട് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഇവരിൽ 2 പേരെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതായത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വിവരമായിരുന്നു ഈ പ്രതി, അതായത് വിജിൻ എന്ന് പറയുന്ന വ്യക്തി ഈ നാട് വിട്ടുപോയതായിരിക്കാനുള്ള സാധ്യത എന്ന രീതിയിൽ വീട്ടുകാരെയും കുടുംബക്കാരെയും പോലീസിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പ്രതികളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിജിൻ്റെ ബൈക്കും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ഈ ഭാഗത്തേക്കായിട്ട് വെച്ചതിന് ശേഷം ഈ പ്രതികൾ തിരിച്ച് നാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയായിരുന്നു 2019 ബൈക്കും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച ശേഷം ഈ പ്രതികൾ 2 പേരും തിരികെ പോയിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് എന്തായാലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. വിജിൻ്റെ ബന്ധുക്കൾക്കും ആ ബൈക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ CCTV വിഷ്വൽസ് ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബൈക്ക് എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. 2 പേരെയാണ് ഇപ്പോൾ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദീപേഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും നിഖിലുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പിന് വന്നിട്ടുള്ളത്. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. അതിൽ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇപ്പോൾ ഈ വിജിലിനെ ചവിട്ടിത്താഴ്ത്തിയ, അതായത് മണ്ണിനടിയിലേക്ക് താഴ്ത്തിയ ഭാഗത്ത്, അത് സരോവരം പാർക്കിലെ കണ്ടൽക്കാടിൽ ചതുപ്പിലാണ് താഴ്ത്തിയിട്ടുള്ളത്. ആ ഭാഗത്തേക്കൊക്കെ നാളെ ആയിരിക്കും പോവുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോഴെന്തായാലും ഈ നിഖിലിനെ ഇവിടെ ഇറക്കിയതിനു ശേഷം ബൈക്ക് എവിടെയാണ് വെച്ചത് എന്ന സ്പോട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശേഷം നിഖിലിനെ ബൈക്കിനകത്തേക്ക് കയറ്റി ഇനിയിപ്പോൾ സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അതിനുശേഷം ഈ വാഹനത്തിൽ നിഖിലിനെ തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പറഞ്ഞതുപോലെ 3 ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ നിഖിലിനെയും ദീപേഷിനെ കിട്ടിയിട്ടുള്ളത്. ഇവരുടെ കൂടെ തന്നെ മറ്റൊരു പ്രതിയെ കൂടെ കിട്ടാനുണ്ട്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അതായത് 4 പേർ ചേർന്നിട്ടായിരുന്നു അന്ന് 2019 മാർച്ച് മാസത്തിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനിടയിൽ വിജിലിന്റെ ബോധം പോയി. പിന്നീട് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷവും വിജിലിന്റെ ബോധം തെളിയാതെ വന്നതോടു കൂടിയിട്ടാണ് ഈ വിജിൽ മരിച്ചു എന്ന് ഇവർ തീർപ്പാക്കിയത്. ഇവർ 3 പേരും കൂടെ മരിച്ചു എന്ന് ഉറപ്പാക്കുകയായിരുന്നു. മറ്റേ മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒന്നും സാന്നിധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഒരു സംശയം തോന്നിയതിനാലാവാം മരിച്ചോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തിയത് ഇവർ തന്നെയാണ്. അതിനാൽ ഈ കുഴിച്ചിടുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യമൊക്കെ ഇപ്പോഴും സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന കാര്യം തന്നെയാണ്. പിന്നീട് കഴിഞ്ഞ 6 വർഷക്കാലം ഈ വിജിലിൻ്റെ ബന്ധുക്കളും പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിൽ ഈ വിജിലിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച സമയത്ത് ഈ വിജിൽ ട്രെയിനിൽ കയറി പോകുന്നത് കണ്ടു എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ പോയി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിജിൽ ഉപയോഗിച്ചിരുന്ന ബൈക്കും മൊബൈൽ ഫോണും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഉപയോഗിച്ചതിന് ശേഷം കടന്നു കളഞ്ഞത്. 2019 മാർച്ച് മാസത്തിലാണ്. 2025 ഓഗസ്റ്റ് കഴിയാറാവുന്നു. 6 വർഷത്തിന് ശേഷം ബൈക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൊബൈൽ ഫോണും ഈ ഭാഗത്തൊന്നും തന്നെ ഇല്ല. ഇനി അതുമായി ബന്ധപ്പെട്ട റിക്കവറി, അതായത് CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ആ ബൈക്ക് എങ്ങനെയാണ് എവിടെയാണ് പോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 2019 നടന്ന സംഭവത്തിന് പിന്നാലെ ഈ വിവരങ്ങൾ മാത്രമാണ് ഈ കൂട്ടുപ്രതികൾ അല്ലെങ്കിൽ ഈ പ്രതികൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ സുഹൃത്തുക്കൾ ഈ പോലീസിനോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞത്. ട്രെയിൻ കയറിപ്പോയി, തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ട്രെയിൻ കയറിപ്പോയി, അതിനുശേഷം വിവരങ്ങളില്ല. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇത് ഇങ്ങനെയാണ് സംഭവങ്ങൾ, അതിൽ ഞങ്ങളാണ് കുഴിച്ചിട്ടത് വിജിലിനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്തായിരുന്നു സാഹചര്യം, അതിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്, പോലീസിന്റെ ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 6 വർഷങ്ങൾക്ക് ഇപ്പുറം ആണ് ഇതിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുന്നതെങ്കിൽ കൂടി ഏത് ഘട്ടത്തിലാണ് പ്രതികൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നത്? ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മിസ്സിംഗ് കേസുകൾ, മർഡർ കേസുകളായ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് SHOമാർക്കൊക്കെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ഈ ആളുകളെ ചോദ്യം ചെയ്ത സമയത്താണ് ഇവർ ഒരു കുറ്റസമ്മത മൊഴി നൽകിയത്. ഇവർ 3 പേരുമല്ല, ഒരാൾ രഞ്ജിത്താണ് കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഞങ്ങൾ 4 പേരും കൂടെ ബ്രൗൺ ഷൂർ ഉപയോഗിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ
ഈ വിജിൽ എന്ന് പറയുന്ന വ്യക്തി ബ്രൗൺ ഷുഗർ നേരിട്ട് ഉപയോഗിച്ചു. മറ്റ് ഞങ്ങൾ 3 പേരും സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചത്. പിന്നീട് ഈ ബ്രൗൺ ഷുഗർ നേരിട്ട് ഉപയോഗിച്ച സമയത്ത് വിജിലിൻ്റെ ബോധം പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് നൽകിയിട്ടുള്ളത്. അയാളെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അയാൾ ഒളിവിലാണ്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് പിടികൂടാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് പോലീസുകാർ നൽകുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലുകളിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം മിസ്സിംഗ് കേസുകളൊക്കെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ, നമ്മൾ ഹേമചന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പോഴും കോഴിക്കോട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ വീണ്ടും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ വീണ്ടും അന്വേഷിക്കണം എന്നൊരു നിർദ്ദേശം വ്യക്തമാണ്. എന്തായാലും ഒരു കേസ് വരുന്നു, ഒരു തിരോധന കേസ്, അത് വിടാതെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയ കേരള പോലീസിന് പിന്നീടാണ് 2025 6 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടി കൃത്യമായ ഒരു ത്രെഡ് ലഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ, കൊലപാതകത്തിന്റെ വിവരങ്ങൾ അതൊന്നിന് പിറകെ ഒന്നായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെളിവെടുപ്പ് അവിടെ തുടരുകയാണ്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.